ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് വാല്യൂ ഓഫ് ടൈം, സമയത്തിൻ്റെ വിലയെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ എടുക്കുമ്പോഴേ പല ആളുകളും എന്നെ വല്ലാതെ ഫോക്കസ് ചെയ്യുകയും എൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് വാല്യൂ ഓഫ് ടൈം എന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരാൾ എല്ലാ സമയത്തും ജോലിയിൽ മുഴുകുക എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. മറിച്ച് അദ്ദേഹത്തിന് ആവശ്യത്തിന് റെസ്റ്റും ആവശ്യത്തിന് ഉറക്കവും എല്ലാം അദ്ദേഹത്തിന് ലഭിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. മാത്രമല്ല, കൂടുതൽ സമയം ആൾ ബിസി ആയിരിക്കുക എന്നതിൽ ഉപരിയായി കൂടുതൽ പ്രൊഡക്റ്റീവാകുക എന്നതാണ് സമയത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് എന്ന്. ഇന്ന് നമുക്കൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു ധനികനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് വല്ലാത്ത പരാതിയാണ്. കാരണം ആ മകൻ കൃത്യമായി ധനം ശേഖരിക്കാനുള്ള ഒരു മാർഗമോ അതല്ലെങ്കിൽ സമ്പാദിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യുകയോ ചെയ്യാതെ ഉള്ള ക്യാഷുകളൊക്കെ അദ്ദേഹം ചെലവഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മകനാണ്. മകന് ഒന്നിനെക്കുറിച്ചും കൃത്യമായൊരു ധാരണയൊന്നുമില്ല. പക്ഷേ ക്യാഷ് ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളൊരു മകനെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്ന് ആ പിതാവ് വല്ലാതെ ആലോചിച്ചു. അങ്ങനെ ഒരിക്കൽ ആ പിതാവ് ആ മകനെയും കൊണ്ട് ഒരു പാർക്കിലേക്ക് പോയി. ആ പാർക്കിൽ ധാരാളം ഭിക്ഷക്കാരുണ്ട്, യാചകരായ ആളുകൾ ഒരുപാടുണ്ട്. അതിൽ ഒരു 3 പേരെ അദ്ദേഹം സെലക്ട് ചെയ്തു. ഈ 3 അടുത്തേക്ക് അദ്ദേഹം ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് പണം അതിനെ 3 ഭാഗിച്ച് കെട്ടുകളിലായി ഈ 3 ഭിക്ഷക്കാർക്ക് നൽകുകയുണ്ടായി. ഭിക്ഷക്കാർക്ക് പണം നൽകിയപ്പോൾ ആ മകൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവം അദ്ദേഹം ശ്രദ്ധിച്ചു. ഞാൻ ക്യാഷ് ചോദിച്ചാൽ പോലും തരാത്ത എൻ്റെ പിതാവ് ഈ യാചകർക്ക് എന്തിന് ഇത്ര അധികം ക്യാഷ് കൊടുക്കണം എന്നത് അവൻ്റെ മുഖത്ത് തെളിയുന്ന ഒരു ചോദ്യമായി ആ പിതാവ് കാണുകയുണ്ടായി. അങ്ങനെ വീട്ടിലേക്ക് പോയി പിന്നീട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. ഏകദേശം 1 വർഷം കഴിഞ്ഞു. ആ 1 വർഷം കഴിഞ്ഞപ്പോൾ മകനെയും കൂട്ടി ആ പിതാവ് ആ പാർക്കിലേക്ക് വീണ്ടും വന്നു. പാർക്കിലേക്ക് വന്ന സമയത്ത് അവിടെ അദ്ദേഹം പണം കൊടുത്ത ആ യാചകരെ അദ്ദേഹം അന്വേഷിച്ചു. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യാചകനെ അദ്ദേഹം കാണുകയുണ്ടായി. ആ യാചകനോട് ഈ മനുഷ്യൻ പറഞ്ഞു, 1 വർഷം മുമ്പ് ഞാനിവിടെ വന്നിരുന്നു, ഞാൻ കുറച്ച് ക്യാഷ് നിനക്ക് തന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ തന്ന ക്യാഷ് കൊണ്ട് ഞാൻ അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഞാൻ ഭിക്ഷ എടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ജോലി ചെയ്യാറും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 3 മാസത്തോളം ഞാൻ ലക്ഷറി ആയിട്ട് ജീവിച്ചു. അതിനുശേഷം എൻ്റെ ക്യാഷൊക്കെ തീർന്നു. ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഭിക്ഷയാചിക്കാൻ തുടങ്ങി. അദ്ദേഹം ചോദിച്ചു, നിൻ്റെ കൂടെ 2 ആളുകളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇവൻ പറഞ്ഞു, ഒരാളെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. മറ്റേ ആൾ അപ്പുറത്ത് ഈ റോഡിൻ്റെ അവസാനത്തിലൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്, അദ്ദേഹമാണ് ആ ഹോട്ടലിൻ്റെ ഉടമ എന്ന്. ഈ ധനികനായ മനുഷ്യൻ ആ ഹോട്ടൽ ഉടമയുടെ അന്വേഷിച്ചു ചെന്നു. ഹോട്ടലിൽ ചെന്നു. ഹോട്ടലുടമ ഇദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഓടി വന്ന് ഇദ്ദേഹത്തിന് കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളന്ന് എനിക്ക് തന്ന ക്യാഷ്, ആ ക്യാഷ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് ഈ കാണുന്ന ഹോട്ടലും എല്ലാം. ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാണ്, നിങ്ങൾ തന്ന പണമാണെന്ന്. ധനികനായ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 3-ാമനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഈ റോഡിൻ്റെ അങ്ങേ തലക്കെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീടുണ്ട്. ആ വീട് ഒരു ചൂതാട്ട കേന്ദ്രമാണ്. അവിടെ ചൂത് കളിച്ചുകൊണ്ട് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നേടും. കൂടുതലായിട്ടും അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്യും.
അങ്ങനെ ഒരു ചൂതാട്ടം മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം മാറി. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നിങ്ങളന്ന് അദ്ദേഹത്തിന് ക്യാഷ് കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന്. നിങ്ങൾ കൊടുത്ത ക്യാഷ് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ചൂതാട്ടം ആരംഭിച്ചതെന്ന്. ഈ 3 പേരെയും കണ്ടതിന് ശേഷം ഈ പിതാവ് മകനെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്നിട്ട് പിതാവ് മകനോട് പറഞ്ഞു, മോനെ, 3 വിധത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കണ്ടത്. 3 പേർക്കും തുല്യമായ പണമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ കൊടുത്ത പണം അവർ എങ്ങനെ ഉപയോഗിച്ചു, അവരുടെ സമയം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിന് നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിൽ നിന്ന് എൻ്റെ മകന് എന്താണ് മനസ്സിലായത് എന്ന് മകനോട് ചോദിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരു ദിവസം ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഏകദേശം 86,400 രൂപ നമ്മളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് വരികയാണ് എന്നൊന്ന് വിചാരിക്കുക. ആ പണം മുഴുവൻ ഒരു ദിവസം ചെലവഴിക്കാനുള്ളതാണ്. ആ ഒരു ദിവസം ഈ പണമെല്ലാം നാം ചെലവഴിക്കണം എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യർക്കും അവരുടെ സൃഷ്ടിപ്പ് മുതൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയതാണ് ഈ ഒരു സമ്പത്ത്. അത് നമ്മുടെ സമയമാണ്. ഒരു മനുഷ്യന് 24 മണിക്കൂർ, അതായത് 86,400 സെക്കൻഡുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നൽകുന്നുണ്ട്. ആ സെക്കൻഡുകളെ കൃത്യമായി ഉപയോഗിച്ചാൽ അവന് വലിയ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ നമ്മുടെ സമയത്തെ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാം എന്നതിന് ചെറിയ ചില ടിപ്സുകൾ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സമയത്തെ നമുക്കൊരിക്കലും മാനേജ് ചെയ്യാൻ കഴിയുകയില്ല. മറിച്ച് സമയം ഓടിക്കൊണ്ടേയിരിക്കും. അതിനെ നമുക്ക് പിടിച്ചു വെക്കാനോ അതല്ലെങ്കിൽ അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മാറ്റിയെടുക്കാനോ സാധിക്കുകയില്ല. മറിച്ച് നമ്മുടെ ആക്ടിവിറ്റികളെ, നമ്മുടെ ടാസ്കുകളെ നമുക്ക് കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് കൂടുതൽ സമയമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നർത്ഥം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. ഒന്നാമതായി, ലേൺ ഹൗ ടു സേ നോ. ലേൺ ഹൗ ടു സേ നോ. എങ്ങനെ നോ പറയാം എന്ന് നാം പഠിക്കണം. പലപ്പോഴും മനുഷ്യൻ നേരിടുന്ന വല്ലാത്തൊരു പ്രശ്നമാണ്, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് പോലും പറയാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാം ഏറ്റെടുക്കും, എന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. മറ്റൊന്ന്, നമ്മുടെ സെൽഫിനോട് നോ പറയുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന, മനസ്സാഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒക്കെ നല്ലതാവണമെന്നില്ല. ആ ആഗ്രഹങ്ങളുടെ പിറകെ പോകാതെ അതിനോട് നോ പറഞ്ഞുകൊണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി പറയാനുള്ളത്, സോഷ്യൽ മീഡിയ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് സമയവും സോഷ്യൽ മീഡിയയിലിരിക്കാതെ, അത് എപ്പോഴും ഉപയോഗിക്കാതെ, നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം അതിൽ നിന്ന് കണ്ടെത്താൻ ശ്രദ്ധിക്കുക. അപ്പോഴും പ്രശ്നമുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കാണുമ്പോൾ, ഒരു വീഡിയോ നമ്മൾ കാണുകയാണെങ്കിൽ ആ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് പുതിയ സജഷൻസ് വരും. അപ്പോൾ അതുകൂടെ കാണും, തൊട്ടടുത്തത് വരും. ഇങ്ങനെ അത് നമ്മളെ വല്ലാതെ എൻഗേജ് ചെയ്യും. അങ്ങനെയുള്ളതിൽ നിന്ന് നമ്മൾ നിയന്ത്രിക്കുക. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നോക്കിയിട്ട് അത് കണ്ടതിന് ശേഷം അവസാനിപ്പിക്കുന്ന ഒരു രീതി കൊണ്ടുവരിക. അങ്ങനെ നമ്മുടെ സമയത്തെ, സോഷ്യൽ മീഡിയ ടൈമിനെ നമുക്ക് കൃത്യമായി ലിമിറ്റ് ചെയ്യാൻ സാധിക്കണം. മറ്റൊന്ന്, പ്ലാൻ യുവർ വീക്ക് ഇൻ അഡ്വാൻസ്. ഒരു ആഴ്ച മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ഒരു കലണ്ടർ ഉണ്ടാവുക. ആ കലണ്ടർ അടിസ്ഥാനത്തിൽ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ എന്ന് കൃത്യമായി പ്ലാൻ ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, മാനേജ് യുവർ ഇമെയിൽസ്. പലപ്പോഴും നമ്മുടെ ഇമെയിലിൽ ഒരുപാട് ജങ്ക് മെയിൽസ് വന്ന് കിടക്കാറുണ്ട്.
അവിടെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഏതൊരു കാര്യത്തിന് രജിസ്റ്റർ ചെയ്യുമ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അവർ ചോദിക്കാറുണ്ട്. ആ ഇമെയിൽ അഡ്രസ്സിൽ നമുക്ക് ഒരുപാട് മെയിൽ നിരന്തരമായി അവർ അയച്ചുകൊണ്ടിരിക്കും. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴൊക്കെ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ഇമെയിൽ ഓപ്പൺ ചെയ്ത് അതിൽ അൺസബ്സ്ക്രൈബ് എന്ന് ചെയ്തു കഴിഞ്ഞാൽ അത്തരം ഇമെയിലുകൾ നമുക്ക് വരാതിരിക്കും. അപ്പോൾ ഇമെയിലിനെ നമ്മളൊന്ന് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, വർക്ക് ഇൻ ബ്ലോക്സ്. നമ്മുടെ വർക്കുകളെ ചെറിയ ചെറിയ ബ്ലോക്കുകളാക്കി മാറ്റുക. ഒരു ദിവസം ചെയ്യാനുള്ള ഒരു ടാസ്കിനെ അതിനെ ഒരു ചെറിയ ചെറിയ പാർട്ടുകളാക്കി മാറ്റിയിട്ട് ഏകദേശം ഒരു 50 മിനിറ്റ് സമയം നമ്മളതിനു വേണ്ടി ചിലവഴിക്കും. 50 മിനിറ്റ് സമയം വർക്ക്, ശേഷം ചെറിയൊരു ബ്രേക്ക്, ഒരു 10 മിനിറ്റ് ബ്രേക്ക്, അങ്ങനെ ഒരു 1 ഹവർ സെറ്റ് ചെയ്ത് വെച്ചാൽ ചെറിയ ചെറിയ ബ്ലോക്കുകളാക്കി നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് മാറ്റിയാൽ വളരെ എനർജറ്റിക്കായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയും കൃത്യമായി സമയം പാലിക്കുവാനും നമുക്കതിലൂടെ സാധിക്കും. ഡോണ്ട് ബി പെർഫെക്ഷനിസ്റ്റ്. പല ആളുകളുണ്ട്, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെ പെർഫെക്റ്റ് ആകാൻ കാത്തിരുന്നാൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ അവിടെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ചെയ്ത് നമ്മൾ പെർഫെക്റ്റായി മാറും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പെർഫെക്റ്റായിട്ടേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് നിന്നാൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. എല്ലാ കാര്യവും അങ്ങനെ എന്നല്ല, ചില കാര്യങ്ങളിൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. ഒരു ഷൂട്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ കൃത്യമായി പോയിൻ്റ് ചെയ്തുകൊണ്ട് വേണം ഷൂട്ട് ചെയ്യാൻ. അത്തരത്തിലുള്ള ജോലികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതല്ലാത്ത മറ്റു കാര്യങ്ങളിലൊക്കെ ആ ഒരു പെർഫെക്ഷൻ കിട്ടിയാലേ ചെയ്യൂ എന്ന തീരുമാനം മാറ്റി വെച്ചിട്ട് ചെയ്ത് പെർഫെക്റ്റ് ആവാൻ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഫൈൻഡ് ടാസ്ക് ടു എലിമിനേറ്റ് ഓർ ഓട്ടോമാറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ ടീമിലെ ആളുകളുണ്ടാവും, നമ്മളെ എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് അത് ചെയ്യിക്കുക. അവർക്കങ്ങ് ഇട്ട് കൊടുക്കുക എന്നുള്ളതല്ല, നമ്മളൊന്ന് മാനേജ് ചെയ്തുകൊണ്ട് അവരോട് കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കുകയും ആ രൂപത്തിൽ അവരെ ഒന്ന് റിമൈൻഡ് ചെയ്യുകയൊക്കെ ചെയ്താൽ വളരെ ഭംഗിയായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓട്ടോമേഷൻ. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരം കാര്യങ്ങളെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ കൊടുത്തുകൊണ്ട് നമ്മുടെ വർക്കിനെ വളരെ ഭംഗിയാക്കി ചെയ്യാനും അതുപോലെ നമുക്ക് ഒരുപാട് സമയം കണ്ടെത്താനും ഇതിലൂടെ സാധിക്കും. ഇങ്ങനെ നമ്മുടെ സമയത്തെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി നമ്മളെ ടാസ്കുകളെ മാനേജ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ എളുപ്പവും സുന്ദരവുമാക്കി തീർക്കാൻ, ഒരിക്കലും എനിക്ക് സമയം കിട്ടിയില്ല എന്ന പരാതിയില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.